ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ കൂടുതൽ ആൾക്കാരും യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഞാൻ തന്നെ ഇപ്പോൾ അത്യാവശ്യം വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തു വെറുതെ അപ്ലോഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് പ്രോപ്പറായി തമ്പനെയിൽ കൊടുക്കുക, അതുപോലെ തന്നെ ടാഗ്, ഹാഷ് ടാഗ്, ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുത്താലാണ് ആൾക്കാരിലേക്ക് ഇത് എത്തുള്ളൂ. പക്ഷേ ഈ 2025 ഇതിന് എന്തോരം പ്രാധാന്യമുണ്ട് എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് നാൾ മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു ഈ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഹാഷ് ടാഗ് കുറേ കൊടുക്കുക, അതുപോലെ തന്നെ കീവേഡ്സ് കുറേ കൊടുക്കുക, ടാഗ് കൊടുക്കുക, അങ്ങനെ കേട്ടിട്ടുണ്ട്. അതിനൊക്കെ പെട്ടെന്ന് അതിലേക്ക് എത്തുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ 2025 ഇതിന് വല്ല എന്താ പറയുക, ഇപ്പോൾ ഇതുകൊണ്ട് വല്ല ഉപകാരമുണ്ടോ? എൻ്റെ കാര്യം ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് ടാഗിൽ നിന്നാണ്. ടാഗിൻ്റെ കാര്യം വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ടാഗ് കൊണ്ട് നമുക്ക് നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ വീഡിയോസ് മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ടാഗ് കൊണ്ടുള്ള ആകെ ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബിന് നമ്മുടെ വീഡിയോസ് ഏത് തരം കണ്ടൻറ്റാണ് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ടെക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വ്ളോഗ്, സ്റ്റഡി വ്ളോഗൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ ഏത് കണ്ടൻറ്റാണ് ഞാൻ ഇടുന്നത്, ആ വീഡിയോയുടെ ഏത് കണ്ടൻറ്റുള്ള വീഡിയോ ആണ് ഞാൻ ഇടുന്നത്, അതിൻ്റെ കറണ്ട് പോയി. ഞാനിപ്പോൾ മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിയിട്ടാണ് വീഡിയോ ചെയ്യണത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ടാഗിനനുസരിച്ച് യൂട്യൂബിനത് കുറച്ച് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് വേണ്ടി പ്രത്യേകം റെക്കമെൻഡ് ചെയ്യാൻ പറ്റും നമ്മുടെ വീഡിയോസ്. ഇത് മാത്രമാണ് ടാഗ് കൊണ്ടുള്ള ഉപകാരം. നമ്മൾ ഹാഷ് ടാഗിലേക്ക് വരുമ്പോൾ നമുക്ക് നമ്മുടെ ടൈറ്റിലിൽ 3 ഹാഷ് ടാഗ് കൊണ്ട്, തന്നെ ഡിസ്ക്രിപ്ഷനിൽ 15 ഹാഷ് ടാഗ് വരെ കൊടുക്കാൻ പറ്റും. പറയുകയാണെങ്കിൽ ഹാഷ് ടാഗ് കൊണ്ട് വലിയ ഉപകാരമില്ല നമുക്ക് പറയാം. കാരണം ആരും ഹാഷ് ടാഗ് വെച്ച് ഇപ്പോൾ വീഡിയോസ് ആരും സെർച്ച് ചെയ്യുന്നില്ല. നമ്മളെല്ലാവരും വെറുതെ ഹൗ ടു മേക്ക് അല്ലെങ്കിൽ ഇന്ന കാര്യത്തിനെ കുറിച്ച് ഹൗ ടു അങ്ങനെയാണ് സെർച്ച് ചെയ്യുന്നത്. ആരും ഹാഷ് ടാഗ് വെച്ച് സെർച്ച് ചെയ്യുന്നില്ല. പണ്ടൊക്കെ അങ്ങനെ കുറേ പേര് സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആരും നല്ല ഒരു 90% ആരും അങ്ങനെ ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഹാഷ് ടാഗ് കൊടുത്തോ. കാരണം ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ ഹാഷ് ടാഗ് കൊടുക്കാറുണ്ട്. എനിക്ക് അത്രയും തോന്നുന്നു പറഞ്ഞാൽ കൊടുക്കാറുണ്ട്, അല്ലാണ്ട് കൊടുക്കാറൊന്നുമില്ല. ഹാഷ് ടാഗ് കൊടുക്കണമെന്ന് ഉപകാരം എന്ന് വെച്ചാൽ യൂട്യൂബിൽ ഇപ്പോൾ ഇന്ത്യനെ കുറിച്ചൊക്കെ ഒരു കീവേഡ്, ഇപ്പോൾ ഞാൻ ലൈക്ക് ഒരു ടെക് ഒരു ഇന്ത്യനെ കുറിച്ചാണ്, ഇപ്പോൾ ഹൗ ടു മേക്ക് യൂട്യൂബ് വീഡിയോസ് എന്ന് പറയുന്ന ഒരു വീഡിയോസ് ഞാൻ സെർച്ച് ചെയ്തു, അല്ലെങ്കിൽ ഹൗ ടു പോസ്റ്റ് പിക്ക് ഇൻ ഇൻസ്റ്റഗ്രാം എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്തു. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം എന്നുള്ള ഹാഷ് ടാഗ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ചിലപ്പോൾ കയറി വരാം, അവരുടെ റെക്കമെൻഡേഷൻ കയറി വരാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ കൊടുക്കാണ്ടിരിക്കരുത്, ഹാഷ് ടാഗ് കൊടുത്തോണ്ട്. ഇനി നമ്മൾ വരുമ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് സ്റ്റെപ്പ് ഓരോ ഇപ്പോൾ ഇന്ന കീവേഡ് നമ്മുടെ വീഡിയോനെ പറ്റിയുള്ള കുറേ കീവേഡ്സ് നമുക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ പറ്റും, കൊടുക്കണം. ഇത് ഹാഷ് ടാഗിൻ്റെ പോലെ തന്നെ നമ്മുടെ വീഡിയോസ് റെക്കമെൻഡേഷനിൽ വരാനായിട്ട് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഡിസ്ക്രിപ്ഷൻ നമ്മൾ കീവേഡ്സ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം ലിങ്ക്, ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ ലിങ്ക്, ഫേസ്ബുക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക്, അക്കൗണ്ടിൻ്റെ ലിങ്ക് കൊടുക്കാം. കാരണം ആരെങ്കിലുമൊക്കെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് കൂടും, ഫേസ്ബുക്ക് പേജൊക്കെ ആണെങ്കിൽ അതിലും ഫോളോവേഴ്സ് കൂടും, നമുക്കൊരു ഉപകാരമാണ്. അതുപോലെ തന്നെ നമുക്ക് വേറെ യൂട്യൂബ് ചാനൽസൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് നമുക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് തമ്പനെയിൽ എന്താ പറയുക, തമ്പനെയിലും അതുപോലെ ടൈറ്റിലും വളരെ ഒരു റെലവൻ്റ് ആയ ഒരു കാര്യമാണ് നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ. കാരണം ആൾക്കാർ ക്ലിക്ക് ചെയ്യുന്നത് തന്നെ തമ്പനെയിൽ നോക്കിയിട്ട്, അല്ലെങ്കിൽ ഞാനങ്ങനെയാണ്, എൻ്റെ കാര്യം അങ്ങനെ പറയുന്നത്. ഞാൻ ഏത് വീഡിയോ നോക്കിയാലും ഒന്നിനും തമ്പനെയിൽ ടൈറ്റിലൊന്നും നോക്കാറില്ല, പക്ഷേ തമ്പനെയിൽ നോക്കിയിട്ടാണ് ഞാൻ ക്ലിക്ക് ചെയ്യാറുള്ളൂ. ഏത് വീഡിയോ ആയാലും, എന്ത് കാര്യത്തിന് പറ്റിയ വീഡിയോ ആയാലും ഞാൻ തമ്പനെയിലൊക്കെ ഞാൻ ക്ലിക്ക് ചെയ്യാറ്. അപ്പോൾ തമ്പനെയിൽ വളരെയധികം റിലവൻ്റാണ്, അല്ലെങ്കിൽ യൂസ്ഫുള്ളാണ്. അപ്പോൾ നമ്മൾ നല്ലൊരു ക്ലിക്ക് ബൈറ്റായ തരത്തിലുള്ള തമ്പനെയിൽസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക, അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ വീഡിയോയിൽ എന്തെങ്കിലും കുറ്റങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക.
കൂടുതൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.